നെക്സ്റ്റ് നമുക്ക് പാർട്ട് 3 മൊഡ്യൂൾ 2 പാർട്ട് 3 നമുക്ക് പഠിക്കാനുള്ളത് വാൽ ടൈമിംഗ് ഡയഗ്രാം. രണ്ട് ടൈപ്പ് വാൽ ടൈമിംഗ് ഡയഗ്രാം നമുക്ക് പഠിക്കാനുണ്ട്. തിയറിറ്റിക്കൽ വാൽ ടൈമിംഗ് ഡയഗ്രാം, അതുപോലെ തന്നെ ആക്ച്വൽ വാൽ ടൈമിംഗ് ഡയഗ്രാം. അങ്ങനെ വാൽ ടൈമിംഗ് ഡയഗ്രാം എന്താന്ന് പറയാം. നമ്മളിപ്പോ 4 സ്ട്രോക്ക് 2 സ്ട്രോക്ക് എഞ്ചിനുകളുടെ പ്രവർത്തനം പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു വാൽവുകൾ ഓപ്പണിംഗ് ക്ലോസിംഗ് എപ്പോഴൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടു. എപ്പോൾ ഓപ്പൺ ആവും, എപ്പോൾ ക്ലോസ് ആവും. ഇൻടേക്ക് വാൽവ് സെക്ഷൻ സ്ട്രോക്കിന്റെ സമയത്ത് ഓപ്പൺ ആണ്, സെക്ഷൻ സ്ട്രോക്ക് കഴിയുമ്പോൾ ഇൻടേക്ക് വാൽവ് ക്ലോസ് ആണ്. ഇനി എക്സോസ്റ്റ് സ്ട്രോക്ക് തുടങ്ങുന്ന സമയത്ത് എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആയിരിക്കണം, അത് കഴിയുമ്പോൾ അത് ക്ലോസ് ആവുകയും ചെയ്യണം. അപ്പൊ ഈ പറയുന്ന വാൽവിന്റെ ഓപ്പണിങ്ങിന്റെ ക്ലോസിന്റെ ടൈമിംഗ് കാണിക്കുന്ന ഡയഗ്രാണ് വാൽ ടൈമിംഗ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾ ആദ്യം ഇത് വരയ്ക്കാനായിട്ട് പഠിക്കേണ്ട പരിപാടി ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് തിയറിറ്റിക്കൽ ആട്ടോ. അതായത് തിയറി, പക്ക തിയറിറ്റിക്കൽ ആണ് നമ്മൾ പഠിക്കുക. ആക്ച്വലിലോട്ട് പോകുമ്പോൾ തിയറിയിൽ നിന്ന് കുറേ കൂടെ വ്യത്യാസം ഉണ്ടാവും. ശരിക്കുള്ള പ്രവർത്തനം നോക്കുമ്പോൾ തിയറിയിൽ നിന്ന് കുറച്ചും കൂടെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അങ്ങനെ വ്യത്യാസപ്പെടുത്തി വരയ്ക്കുന്ന ഡയഗ്രാണ് ആക്ച്വൽ വാൽ ടൈമിംഗ് ഡയഗ്രാം. നമ്മൾ ലാബിലൊക്കെ വരയ്ക്കുന്ന ആക്ച്വൽ വാൽ ടൈമിംഗ് ഡയഗ്രാം. പക്ഷെ ഇത് പക്ക തിയറിറ്റിക്കലാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈൻ വരയ്ക്കുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ആ സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിന് ശേഷം അതിന്റെ മേലെ സി ഡി സിന്ന് താഴെ ബി ഡി സിന്ന് മാർക്ക് ചെയ്യുക. ടോപ്പ് ഡെഡ് സെന്റർ, ബോട്ടം ഡെഡ് സെന്റർ. ഇനി ഈ പറയുന്ന ലൈൻ ഒരു സെന്റർ പോയിന്റ് വരയ്ക്കുക. അപ്പൊ ഈ സെന്റർ പോയിന്റ് മേലോട്ട് മൊത്തം സി ഡി സി എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. ഈ സെന്റർ പോയിന്റ് താഴത്തോട്ട് മൊത്തം ബി ഡി സി എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഇവിടെ വരയ്ക്കാൻ പറ്റുന്നതെല്ലാം ഇതുപോലുള്ള ആർക്കുകളാണ്. ഇങ്ങനെ ആർക്കുകൾ നമുക്ക് വരയ്ക്കാം. ഈ ആർക്കുകൾ വരയ്ക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇവിടുന്ന് താഴത്തോട്ട് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സി ഡി സിയിൽ നിന്ന് ബി ഡി സിയിലോട്ട് മൂവ് ചെയ്തു. ഇനി അടിയിൽ നിന്ന് മേലോട്ട് വരച്ചു കഴിഞ്ഞാൽ അർത്ഥം എന്താ? ബി ഡി സിയിൽ നിന്ന് സി ഡി സിയിലോട്ട് മൂവ് ചെയ്തു. അപ്പൊ ഇതേപോലെ ആണ് നമ്മൾ സ്ട്രോക്കുകൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓരോ സ്ട്രോക്കുകളെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാ? അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണേ. നമുക്ക് ഇവിടെ നോക്കി നമുക്ക് എന്താ സംഭവിക്കാൻ നോക്കാം. ഫസ്റ്റ് ഇൻടേക്ക് വാൽവ് ഓപ്പൺ ആയി, കാരണം സെക്ഷൻ സ്ട്രോക്ക് ആണ്. സെക്ഷൻ സ്ട്രോക്കിന്റെ സമയത്ത് ഇൻടേക്ക് വാൽവ് ഓപ്പൺ ആയി, IBO എന്ന് പറഞ്ഞ നമ്മൾ എഴുതി. ഇനി സെക്ഷൻ സ്ട്രോക്ക് ഇതിലൂടെ ടി ഡി സിയിൽ നിന്ന് ബി ഡി സിയിലോട്ട് മൂവ് ചെയ്തു. സെക്ഷൻ സ്ട്രോക്ക് കഴിഞ്ഞപ്പോൾ എയർ ഫ്യൂൽ മിക്സറെ അകത്തോട്ട് കയറി. ഇനി എന്ത് ചെയ്യണം? ഇൻടേക്ക് വാൽവ് ക്ലോസ് ആണ്, IBC ഇൻടേക്ക് വാൽവ് ക്ലോസ് ആയി. ഇനി അത് കഴിഞ്ഞാൽ രണ്ടാമത് വരുന്ന കംപ്രഷൻ ആണ്. കംപ്രഷന് വേണ്ടിയിട്ട് പിസ്റ്റൺ ബി ഡി സിയിൽ നിന്ന് ടി ഡി സിയിലോട്ട് മൂവ് ചെയ്യണം. ബി ഡി സിയിൽ നിന്ന് ടി ഡി സിയിലോട്ട് മൂവ് ചെയ്തു. ഇനി കംപ്രഷൻ സ്ട്രോക്ക് കഴിയുമ്പോൾ എയർ ഫ്യൂൽ മിക്സർ ഭയങ്കര കംപ്രസ് ആയിട്ടിരിക്കുകയായിരിക്കും. അതിനകത്ത് തീ കൊടുക്കണം. അപ്പൊ തീ കൊടുക്കാനായിട്ട് നമ്മൾ IS എന്ന് കൊടുത്താണ്. ഇഗ്നീഷൻ സ്റ്റാർട്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഇഗ്നീഷൻ സ്റ്റാർട്ട്, അതായത് കത്തിക്കൽ തുടങ്ങി, ഇഗ്നീഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇഗ്നീഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിസ്റ്റൺ നേരെ താഴത്തോട്ട് വരും. കാരണം പൊട്ടിത്തെറി ഉണ്ടായി പിസ്റ്റൺ നേരെ താഴത്തോട്ട് തള്ളും. അപ്പൊ അത് പവർ സ്ട്രോക്ക് ആണ്. അപ്പൊ പവർ സ്ട്രോക്കിന്റെ നമ്മൾ വിളിക്കുന്ന വേറെ പേരാണ് എക്സ്പാൻഷൻ. പിസ്റ്റൺ എവിടെ നിന്ന് എങ്ങടേക്ക് മൂവ് ചെയ്യും? ടി ഡി സിയിൽ നിന്ന് നേരെ ടോപ്പ് ഡെഡ് സെന്ററിൽ നിന്ന് നേരെ ബോട്ടം ഡെഡ് സെന്ററിലോട്ട് മൂവ് ചെയ്യും. ഇനി എക്സ്പാൻഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത്, എക്സ്പാൻഷൻ കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മുടെ വരുന്ന സ്ട്രോക്ക് എക്സോസ്റ്റ് സ്ട്രോക്ക്, അതായത് കത്തി തീർന്ന പുകേനെ പുറത്തോട്ട് തള്ളുകയാണ്. അതിനു വേണ്ടിയിട്ട് EBO എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആവണം. EBO എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആവണം. ശേഷം എക്സോസ്റ്റ് സ്ട്രോക്ക് നടന്നു, ബി ഡി സിയിൽ നിന്ന് ടി ഡി സിയിലേക്ക് മൂവ് ചെയ്തു, പുകേനെയൊക്കെ പുറത്തോട്ട് തള്ളിക്കളഞ്ഞ അപ്പൊ തന്നെ നമ്മുടെ എക്സോസ്റ്റ് വാൽവ് ക്ലോസ് ആവണം, അതായത് EBC. അപ്പൊ ഇങ്ങനെ വരച്ച് ഓരോ പ്രോസസ്സിനെ മാർക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറി? തിയറിറ്റിക്കൽ വാൽ ടൈമിംഗ് ഡയഗ്രാമായിട്ട് മാറി. ഇനി തിയറിറ്റിക്കലി നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാം ഇൻടേക്ക് വാൽവ് സെക്ഷൻ സ്ട്രോക്ക് തുടങ്ങുമ്പോൾ തന്നെ ഓപ്പൺ ആവും, കറക്റ്റ് ആ പോയിന്റ് തന്നെ. സെക്ഷൻ സ്ട്രോക്ക് കഴിയുന്ന അതേ പോയിന്റ് തന്നെ ഇൻലെറ്റ് വാൽവ് ക്ലോസ് ആവും. ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സോസ്റ്റ് സ്ട്രോക്ക് തുടങ്ങുന്ന അതേ പോയിന്റിൽ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആവും. എക്സോസ്റ്റ് സ്ട്രോക്ക് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതേ പോയിന്റ് തന്നെ എക്സോസ്റ്റ് വാൽവ് ക്ലോസ് ആവും. പക്ഷെ ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കില്ല. നമ്മൾ ലാബിൽ കാണുന്ന ഒരു സാധനം എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന വാൽവിന്റെ ഓപ്പണിംഗ് ക്ലോസിങ്ങിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, സെക്ഷൻ സ്ട്രോക്ക് തുടങ്ങുന്ന സമയത്ത്, അതായത് സെക്ഷൻ സ്ട്രോക്ക് തുടങ്ങുന്ന സമയത്ത് അതൊരു പിസ്റ്റൺ ഇങ്ങനെ താഴത്തോട്ട് മൂവ് ചെയ്യാണ്. അപ്പൊ മൂവ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവാനായിട്ട് മൂവ് ചെയ്യുമ്പോൾ അതേ സമയത്ത് തന്നെ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ലാഗ് വരും. കാരണം നമുക്ക് മാക്സിമം എയറിന് അകത്തോട്ട് വലിച്ചെടുക്കണം. ഇപ്പൊ പിസ്റ്റൺ താഴത്തോട്ട് മൂവ് ചെയ്യുമ്പോൾ തന്നെ എയർ അകത്തോട്ട് കയറേണ്ടതാണ്. അപ്പൊ അന്നേരം നമ്മുടെ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആയി തുടങ്ങുന്നുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം എയർ ഫ്യൂൽ മിക്സർ അകത്തോട്ട് കയറില്ല. മാക്സിമം ചാർജ് അകത്തോട്ട് കയറണമെങ്കിൽ ഈ പറയുന്ന സക്ഷൻ സ്ട്രോക്ക് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആയി തുടങ്ങണം. അതായത് സക്ഷൻ സ്ട്രോക്ക് ഇങ്ങനെ തുടങ്ങുമ്പോൾ സത്യം പറഞ്ഞ ഇൻലെറ്റ് വാൽവ് അത്യാവശ്യം നല്ല രീതിയിൽ ഓപ്പൺ ആയിരിക്കണം. അതായത് കറക്റ്റ് ഈ പറയുന്ന സക്ഷൻ സ്ട്രോക്ക് തുടങ്ങുമ്പോൾ ഒപ്പം ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആയി തുടങ്ങിയാൽ പോരാ, പക്ഷെ അതിന് മുന്നേ തന്നെ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആയിരിക്കണം. ഇൻലെറ്റ് വാൽവ് ഷുഡ് ബി ഓപ്പൺ ബിഫോർ ദ സക്ഷൻ സ്ട്രോക്ക്, കുറച്ച് മുന്നേ ഓപ്പൺ ആയി തുടങ്ങും. അപ്പൊ IBO ഇവിടെ വരുന്നതിന് പകരം ഇവിടെ ഇരിക്കും.
അതുപോലെ തന്നെ ക്ലോസിംഗിലും വ്യത്യാസം ഉണ്ടാവും, എക്സോസ്റ്റ് വാൽവിന്റെ ഓപ്പണിംഗ് ക്ലോസിംഗിൽ വ്യത്യാസം ഉണ്ടാവും. ഇങ്ങനെ വ്യത്യാസപ്പെടുത്തി നമ്മൾ ഡയഗ്രം വരയ്ക്കുമ്പോൾ അത് ആക്ച്വൽ വാൽവ് ടൈമിംഗ് ഡയഗ്രം ആയിട്ട് മാറും. ഇതാണ് ആക്ച്വൽ വാൽവ് ടൈമിംഗ് ഡയഗ്രം എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇൻലെറ്റ് വാൽവ് ഇവിടെയാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഇൻലെറ്റ് വാൽവ് ഓപ്പൺ, അതായത് തിയറിറ്റിക്കലായിരുന്നു ഇവിടെയായിരുന്നു വരുന്നത്, പക്ഷെ ആക്ച്വലി വന്നപ്പോ ഇവിടെയാണ് ഓപ്പണിംഗ് വന്നേക്കണേ. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി സക്ഷൻ സ്ട്രോക്ക് ഇവിടെ എത്തുമ്പോ സക്ഷൻ തീരും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്തുമ്പോ സക്ഷൻ തീരും, പിസ്റ്റൺ BDCയിൽ എത്തി. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കുക, ഇൻലെറ്റ് വാൽവ് എവിടെ ക്ലോസ് ആയേക്കണേ? ഇവിടെ വെച്ചല്ല ക്ലോസ് ആയേക്കണേ, ഇവിടെയാണ് ക്ലോസ് ആയേക്കണേ. അതായത് ഇൻലെറ്റ് വാൽവ് കുറച്ചധികം സമയം കൂടെ തുറന്നിരുന്നു. അപ്പൊ ഇത് രണ്ടും ചെയ്യണത്, ഇൻലെറ്റ് വാൽവ് നേരത്തെ ഓപ്പൺ ചെയ്യുന്നു, താമസം അടയ്ക്കുന്നു. ഇത് രണ്ടിന്റെ ഉദ്ദേശം വേറൊന്നുമല്ല, മാക്സിമം എയർ ഫ്യൂൽ മിക്സറിന്, മാക്സിമം ചാർജിനെ അകത്തോട്ട് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ ഇൻലെറ്റ് വാൽവ് നേരത്തെ ക്ലോസ് ആയി കഴിഞ്ഞാൽ, ഇവിടെ വെച്ച് തന്നെ ക്ലോസ് ആയി കഴിഞ്ഞാൽ അത്രയും കുറച്ച് എയർ ഫ്യൂൽ മിക്സർ അകത്തോട്ട് വരുള്ളൂ. അപ്പൊ കുറച്ച് താമസം അടച്ചു. അപ്പൊ ഇൻലെറ്റ് വാൽവ് നേരത്തെ തുറക്കാനും താമസം അടയ്ക്കാനുമുള്ള കാരണം എന്ന് പറയുന്നത് മാക്സിമം ചാർജിനെ അകത്തോട്ട് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തിയറിറ്റിക്കൽ വാൽവ് ടൈമിംഗ് ഡയഗ്രത്തില് എക്സോസ്റ്റ് വാൽവ് ഇവിടെയായിരുന്നു ഓപ്പൺ ആണ്. പക്ഷെ ഇവിടെ കണ്ടോ, നേരത്തെ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആയി. അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഈ പറയുന്ന കത്തി തീർന്ന ഗ്യാസിനെ, പവർ സ്ട്രോക്കിന് ശേഷം കത്തി തീർന്ന സ്മോക്കിനെ നമുക്ക് മാക്സിമം വെളിയിലോട്ട് തള്ളിക്കണം. അപ്പൊ എക്സോസ്റ്റ് വാൽവ് കറക്റ്റ് ഈ പറയുന്ന എക്സോസ്റ്റ് സ്ട്രോക്ക് തുടങ്ങുമ്പോൾ ഓപ്പൺ ആവാൻ നിന്ന് കഴിഞ്ഞാൽ എന്നാലും കുറച്ച് ഗ്യാസ് മാത്രമേ വെളിയിലോട്ട് പോകും. മാക്സിമം ഗ്യാസ് നമുക്ക് വെളിയിലോട്ട് ഇപ്പൊ തള്ളി കളയാൻ സാധിക്കില്ല പോകാൻ. അപ്പൊ അതിനുവേണ്ടി എക്സോസ്റ്റ് വാൽവ് നേരത്തെ ഓപ്പൺ ആയിട്ടിരിക്കണം. അപ്പൊ ഇവിടെ എക്സോസ്റ്റ് വാൽവ് നേരത്തെ, ഇത്രയും നേരം നേരത്തെ ഓപ്പൺ ആണ്. അപ്പൊ EVO ഇവിടെയാണ് വരുന്നത്. ഇനി അതേ കാരണം കൊണ്ട് തന്നെ എക്സോസ്റ്റ് വാൽവ് താമസിച്ചാണ് അടയാവുള്ളൂ. കാരണം മാക്സിമം എല്ലാ സ്മോക്കും പുറത്തോട്ട് ഇറങ്ങിപ്പോയതിനു ശേഷം മാത്രമാണ് എക്സോസ്റ്റ് വാൽവ് ക്ലോസ് ആവുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ TDCയിൽ എത്തുമ്പോൾ തന്നെ ക്ലോസ് ചെയ്യേണ്ടതായിരുന്നു. പകരം EBC വരുന്നത്, എക്സോസ്റ്റ് വാൽവ് ക്ലോസ് വരുന്നത് കുറച്ച് താമസിച്ചാണ്. അപ്പൊ എക്സോസ്റ്റ് വാൽവ് ക്ലോസ് വരുന്നത് ഇവിടെയാണ്. അപ്പൊ എക്സോസ്റ്റ് വാൽവിന്റെ കേസ് പറയുമ്പോൾ നമ്മൾ കുറച്ച് നേരത്തെയാണ് ഓപ്പൺ ആവുന്നത്, താമസിച്ചാണ് അടയുള്ളൂ. അതിന്റെ റീസൺ എന്താ? മാക്സിമം സ്മോക്കിനെ പുറത്തോട്ട് തള്ളിക്കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇൻടേക്ക് വാൽവ് പറയുമ്പോൾ എക്സോസ്റ്റ് വാൽവ് വരുമ്പോൾ നമ്മളവിടെ കാണുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും നേരത്തെ തുറക്കും, നേരത്തെ ഓപ്പൺ ആവും, താമസിച്ചാണ് ക്ലോസ് ആവുള്ളൂ. അപ്പൊ ഇൻടേക്ക് വാൽവ് നേരത്തെ തുറന്ന് താമസം അടയ്ക്കാനുള്ള കാരണം മാക്സിമം എയർ ഫ്യൂൽ മിക്സർ അകത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇനി എക്സോസ്റ്റ് വാൽവ് നേരത്തെ തുറന്ന് താമസം അടയ്ക്കാനുള്ള കാരണം മാക്സിമം സ്മോക്കിനെ പുറത്തോട്ട് തള്ളിക്കളയാൻ വേണ്ടിയിട്ടാണ്. ഇനി ആംഗിള് നിങ്ങളിവിടെ മനസ്സിലാക്കി പഠിച്ചു വെച്ചിരിക്കണം, ഏതൊക്കെ ആംഗിൾ എന്നുള്ളത്. ഇൻടേക്ക് വാൽവ് 35 ഡിഗ്രി മുന്നെയാണ് ഓപ്പൺ ആവുന്നത്. സോറി, തെറ്റിപ്പോയി. ഇൻടേക്ക് വാൽവ് 15 ഡിഗ്രി മുന്നെയാണ് ഓപ്പൺ ആവുന്നത്. ഇൻടേക്ക് വാൽവ് അടയണത് ക്ലോസിംഗ് 30 ഡിഗ്രി താമസിച്ചാണ്. ഇനി എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, ആംഗിൾ 50 ഡിഗ്രിയാണ്. എക്സോസ്റ്റ് വാൽവ് 50 ഡിഗ്രി മുന്നേ ഓപ്പൺ ആവും. ഇനി എക്സോസ്റ്റ് വാൽവ് ക്ലോസിംഗ് 20 ഡിഗ്രി താമസിച്ചാണ്. എക്സോസ്റ്റ് വാൽവ് ക്ലോസ് 20 ഡിഗ്രി താമസിച്ചാണ്. പിന്നെ ഇവിടെ IS-ഉം ഒരു ആംഗിളിലാണ് കൊടുത്താണ്, 35 ഡിഗ്രി ആംഗിളിലാണ് IS കൊടുത്താണ് ഇഗ്നീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ തിയറിറ്റിക്കലി കണ്ടായിരുന്നു, തിയറിറ്റിക്കലിന്റെ ഇഗ്നീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കറക്റ്റ് പവർ സ്ട്രോക്കിന്റെ സമയത്താണ്. പക്ഷെ ഇവിടെ കുറച്ച് മുന്നേ തന്നെ ഇഗ്നീഷൻ സ്റ്റാർട്ട് ആവും, 30 ഡിഗ്രി മുന്നേ തന്നെ സ്റ്റാർട്ട് ആവും. അത് മാർക്ക് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും മാർക്ക് ചെയ്യാം. താഴെ ഞാൻ ഈ ഡിസ്കസ് ചെയ്ത പോയിന്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് എന്തുകൊണ്ടാണ് ഇൻലെറ്റ് വാൽവ് നേരത്തെ തുറക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് എന്തുകൊണ്ടാണ് ഇൻലെറ്റ് വാൽവ് താമസിച്ചടയ്ക്കുന്നത്. എന്തുകൊണ്ടാണ് എക്സോസ്റ്റ് വാൽവ് നേരത്തെ തുറക്കുന്നത്, എന്തുകൊണ്ടാണ് എക്സോസ്റ്റ് വാൽവ് താമസിച്ചടയ്ക്കുന്നത്. ലാസ്റ്റ് പോയിന്റ് വാൽവ് ഓവർലാപ്പ് എന്ന് പറയുന്ന പരിപാടിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്, അതും കൂടെ അറിഞ്ഞിരിക്കണം. വാൽവ് ഓവർലാപ്പ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഇൻടേക്ക് വാൽവും എക്സോസ്റ്റ് വാൽവും ഓപ്പൺ ആയിട്ടിരിക്കുന്ന ടൈമിനെയാണ് നമ്മൾ വാൽവ് ഓവർലാപ്പ് എന്ന് പറയുന്നത്. തിയറിറ്റിക്കലിൽ വാൽവ് ഓവർലാപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ലായിരുന്നു. കാരണം തിയറിറ്റിക്കലിൽ വാൽവ് ഓവർലാപ്പ് ഇല്ല, കാരണം ഇത് ഇത്രയും ഭാഗത്ത് ഇൻടേക്ക് വാൽവ് ഓപ്പൺ ആണ്, ഇത്രയും ഭാഗത്ത് എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആണ്. ഇവർ തമ്മിൽ ഓവർലാപ്പ് സംഭവിക്കുന്നില്ല. ഇൻടേക്ക് വാൽവ് ഇപ്പുറ സൈഡില്, എക്സോസ്റ്റ് വാൽവ് അപ്പുറ സൈഡിലാണ്. രണ്ടുപേരും തമ്മിൽ ഒരേ സമയം ഓപ്പൺ ആയിട്ടിരിക്കുന്ന സംഭവം വരുന്നില്ല. പക്ഷെ ആക്ച്വലിന്റെ സ്ഥിതി അതല്ല. ആക്ച്വലിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്ത് ഇവിടെയൊക്കെ ഇൻടേക്ക് വാൽവ് ഓപ്പൺ അല്ലേ, ഇവിടെയൊക്കെ ഇൻടേക്ക് വാൽവ് ഓപ്പൺ ആണ്. ഇനി നിങ്ങൾ നോക്കി, ഈ ഒരു ഭാഗത്ത് എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആണ് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോ ഉണ്ടല്ലോ, ഈ ഒരു റീജിയൻ രണ്ടുപേർക്കും കോമൺ ആണ് അല്ലെ. ഇത്രയും ഇതിന്റെ ഇടയില്, ഈ ഒരു ഭാഗത്തിന്റെ ഇടയില് ഇൻടേക്ക് വാൽവും ഓപ്പൺ ആണ്, അതുപോലെ തന്നെ എക്സോസ്റ്റ് വാൽവും ഓപ്പൺ ആണ്. രണ്ടുപേരും ഒരേ സമയം ഓപ്പൺ ആണ്. ഇങ്ങനെ രണ്ടുപേരും ഒരേ സമയം ഓപ്പൺ ആയിരിക്കുന്ന റീജിയൻ ഈ ഒരു റീജിയനാണ്, ഈ ഒരു റീജിയൻ.
ആ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാൽവ് ഓവർലാപ്പ്. അപ്പൊ വാൽവ് ഓവർലാപ്പ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, വാൽവ് ഓവർലാപ്പ് ഇൻ എ വാൽവ് ടൈമിംഗ് ഡയഗ്രം ഈസ് ദ പീരിയഡ് വെൻ ബോത്ത് ഇൻടേക്ക് ആൻഡ് എക്സോസ്റ്റ് വാൽവ് ആർ ഓപ്പൺ. രണ്ടുപേരും ഒരേ സമയം ഓപ്പൺ ആയിട്ടിരിക്കുന്ന ആ ഒരു സമയം ടൈമിംഗ് ഡയഗ്രത്തിൽ ആ ഒരു റീജിയൻ നമ്മൾ വിളിക്കുന്ന പേരാണ് വാൽവ് ഓവർലാപ്പ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വാൽവ് ടൈമിംഗ് ഡയഗ്രത്തിനെ പറ്റി പഠിക്കാനുള്ളത്.